നമ്മൾ എല്ലാ വിഷയങ്ങളും നന്നായി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പ്രയാസമാണ്. ചില ആളുകൾ വീട്ടിൽ ഉള്ള ബൾബോ അല്ലെങ്കിൽ ഫാനോ മറ്റെന്തെങ്കിലും ഓൺ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ ആ സ്വിച്ച് ബോർഡിൽ 10 സ്വിച്ച് ഉണ്ടെങ്കിൽ ടിക് 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 നമ്മുടെ എല്ലാ സ്വിച്ച് വിട്ടിട്ട് അവസാനം എന്ത് ചെയ്യുക, മൂപ്പർ ഉദ്ദേശിക്കുന്ന ബൾബ് കത്തുക. പലർക്കും അനുഭവം വരുന്നുണ്ടല്ലേ. നമ്മളെ വീട്ടിലുള്ള സ്വിച്ചുകൾ ഒന്ന് അറിഞ്ഞിരിക്കണം. ഏതാണ് നമ്മളെ ഫാനിൻ്റെ സ്വിച്ച്, ഏതാണ് ബൾബിൻ്റെ സ്വിച്ച്, അങ്ങനെ ഓരോന്നിൻ്റെയും സ്വിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അറിഞ്ഞില്ലെങ്കിൽ അവരൊന്നും ചോദ്യം ചെയ്യില്ല. പക്ഷെ സംഗതി എന്താ, നമ്മളെ ക്യാഷ് കുറേ കൂടുതൽ പോകുന്നു, മാത്രം വേറെ ഒന്നുമില്ല. ഒരു ബൾബ് കത്തിക്കാൻ വേണ്ടി ബാക്കിയുള്ള എല്ലാ സ്വിച്ചുകളും ഇട്ട് ഫാനൊന്നിങ്ങനെ കറങ്ങിയതേ ഉള്ളൂ, അത് ഓഫാക്കി അങ്ങനെ ടിക് 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 അങ്ങനെ ചെയ്താലേ, ഞാൻ മനസ്സിലാക്കുന്നതാണ്, അതിൽ തെറ്റുണ്ടെങ്കിൽ പറയുന്നില്ല, ഞാനിതിൽ ബിരുദെടുത്തിട്ടൊന്നുമില്ല. നമ്മളെ ബൾബും അതുപോലെ ഫാനൊക്കെ അതിൻ്റെ കറണ്ട് എനർജി വന്ന് ഓൺ ചെയ്യുമ്പോഴാണ് നന്നായി കറണ്ട് വലിയുന്നത്. പിന്നീട് ഇങ്ങനെ തുടർന്ന് കത്തുന്നതിനേക്കാൾ ആദ്യത്തെ ആ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് കറണ്ട് കൂടുതൽ ചിലവാകും എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ കറണ്ട് ബില്ല് കൂടാൻ വളരെ സാധ്യതയുണ്ട്. അതുപോലെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു ഫാനും കറങ്ങുന്നുണ്ട്, ഒരു ബൾബും കത്തുന്നുണ്ട്. ഏതാണ് ബൾബിൻ്റേത് ഏതാണ് ഫാനിൻ്റേതെന്ന് പ്രത്യേക അടയാളമൊന്നുമില്ല. ഒന്ന് ഓഫാക്കണമെന്ന് വിചാരിക്കാം, എന്നാൽ അറിയാതെ എല്ലാത്തിനും നിസ്കരിക്കാൻ മാത്രമല്ല എല്ലാ സംഗതിക്കും അറിവ് വേണം. അത് ഓഫാക്കാൻ നല്ല അറിവില്ലെങ്കിൽ ആളുകൾ ഇരുട്ടിലാവും. എങ്ങനെ മെല്ലെ ഒന്നിങ്ങനെ സ്വിച്ച് അമർത്തി ഇങ്ങനെ വന്നാൽ ഫാനാണെങ്കിൽ അത് ഓഫാകുന്നതായിട്ട് നമുക്ക് ശരിക്കും എന്ത് ചെയ്യും, ബോധ്യപ്പെടും. അങ്ങനെയാണ് ഫാൻ ഓഫാക്കണമെങ്കിൽ അങ്ങ് ഞെക്കുക. അല്ലെങ്കിൽ ഫാനല്ല ഓഫാക്കണമെങ്കിൽ ഇപ്പോൾ ഫാനിൻ്റെ ചെയ്താൽ തിരിഞ്ഞല്ലോ, അപ്പം പിന്നെ മറ്റേ സ്വിച്ച് ഒക്കെ എന്താവും, ബൾബ് ഓഫാകും. ഫാനും ഓഫാക്കാൻ ഉദ്ദേശിച്ചു കൊണ്ടാണ് മുപ്പര് പോയിട്ട് എന്താക്കിയത്, നല്ലോണം പോയിട്ട് കുത്തിയെങ്കിൽ എന്ത് ചെയ്യും, ബൾബും ഓഫായി പോകും. തിരിയാത്തതുകൊണ്ട് ബൾബ് ഓഫായാൽ പിന്നെ ആകെ ഇരുട്ടിലാവും, പിന്നെ ഫാനിൻ്റെ സ്വിച്ചും കാണൂല. അപ്പോൾ പിന്നെ മൊബൈലായിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യണോ, അതിന് വെളിച്ചം ഉണ്ടാക്കിയിട്ട് വേണം എന്ത് ചെയ്യണം, ആ സ്വിച്ച് പിന്നെ ഓഫ് ചെയ്യാൻ. അപ്പോൾ ഫാൻ ഓഫാക്കണമെങ്കിലും ബൾബ് ഓഫാക്കണമെങ്കിലും എന്ത് വേണം, അതിനും ഒരു അറിവ് വേണമെന്നാണ് ഞാൻ പറഞ്ഞത്.